എം ബി രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം കേരളത്തിൽ ഒരു കാര്യവും നടക്കരുതെന്നും ഒന്നും നടത്താൻ അനുവദിക്കില്ല എന്നും നിശ്ചയിച്ചുറപ്പിച്ച വളരെ പ്രതിലോമകരമായി പ്രവർത്തിക്കുന്ന ശക്തികളാണ് ഇതിനെയൊക്കെ വിവാദമാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിക്ഷേപം വരുന്നില്ല എന്ന് ഇത്രയും കാലം പ്രചരിപ്പിച്ചവർക്ക് ആ പ്രചരണം ഇപ്പോൾ യേശുന്നില്ല എന്ന് വ്യക്തമായി. കാരണം വലിയ തോതിൽ നിക്ഷേപം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ വികസന സൂചികയിൽ കേരളം 1-ാം റാങ്കിലെത്തി. പഴയ പരാതി എന്തായിരുന്നു? വ്യവസായ വികസന സൂചികയിൽ കേരളം പിന്നിലാണ് എന്നായിരുന്നു. 1-ാം റാങ്കിലെത്തി. അപ്പം മിണ്ടാട്ടമില്ലാതായി. കഴിഞ്ഞ ദിവസം കണക്ക് വന്നല്ലോ. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ പണിമുടക്കുകൾ ഏറ്റവും കുറവ് ഉണ്ടായ സംസ്ഥാനം കേരളമാണ്. ഇപ്പം എന്തെല്ലാം തെറ്റായ ആഖ്യാനങ്ങളാണോ കേരളത്തെ കേന്ദ്രീകരിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്, അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. അപേക്ഷ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന വിവാദം വെറും രാഷ്ട്രീയ ലാഭം മാത്രം വെച്ചുകൊണ്ടാണ്. ഒരു കഴമ്പൂതിലില്ല. പ്രതിപക്ഷം കഴിയുന്നത്ര ഈ വിവാദവുമായിട്ട് മുന്നോട്ട് പോകട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് അതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള തർക്കം മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പത്രസമ്മേളനം നടത്തുന്നതനുസരിച്ച് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്കതൊരാവശ്യമാണ്. ദിവസം 3 നേരവും നടത്തിയിട്ട് ഞാനാണ് ഇതിന് മുമ്പൻ എന്ന് സ്ഥാപിക്കേണ്ടത് അവരുടെ രണ്ടുപേരുടെ ആവശ്യമാണ്. അത് അവർ നടത്തിക്കോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് അതെ നാട്ടുകാർക്കിടയിൽ ഏത് കാര്യത്തിലാണ് ഇവർ ആശങ്ക ഉണ്ടാക്കാത്തത്? ഏത് കാര്യത്തിലാണ്? നിങ്ങൾ നോക്കി, ഇവർ ഏതിനെയാണ് അനുകൂലിച്ചത്? എല്ലാത്തിനെയും എതിർത്തവരല്ലേ? ദേശീയപാത വികസനത്തെ എതിർത്തവരല്ലേ? ഗെയിൽ പൈപ്പ് ലൈനിനെ എതിർത്തവരല്ലേ? കേരയിൽ പദ്ധതി വന്നപ്പോൾ അതിനെ എതിർത്തവരല്ലേ? വാട്ടർ മെട്രോയെ എതിർത്തവരല്ലേ? വിഴിഞ്ഞം തുറമുഖത്തെ എതിർത്തവരല്ലേ? ഏതിനെയാണ് എതിർക്കാത്തത്? പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ്, പ്രതിപക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആശങ്കകൾ, കെ ഫോണിനെ എതിർത്തവരല്ലേ? ഏതെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഇവർ അനുകൂലിച്ച് ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? അപ്പം അവർ എതിർക്കുക ജനങ്ങളുടെ മുമ്പിൽ അത് വ്യക്തമാവും, വസ്തുത വ്യക്തമാവും. ഒരു ജലചൂഷണവും നടത്തുന്ന ഒരു പ്രവർത്തനം അനുവദിക്കില്ല. അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞത് എല്ലാം പരിശോധിച്ചിട്ടാണ് എന്നത്. അതെല്ലാം പരിശോധിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ ആക്ഷേപത്തിൽ നിന്നൊക്കെ പിന്നാക്കം പോയി. ഇപ്പോൾ ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? ടെൻഡർ വിളിച്ചില്ല എന്നായിരുന്നു. അതാണ് ക്രമക്കേട്, അഴിമതി എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ടെൻഡറിൽ നിന്ന് പോയി വെള്ളത്തിലേക്ക് എത്തിയോ? അതാ ഞാൻ പറഞ്ഞത്. ഇവർ എത്ര കാലം കൊണ്ടുവന്ന് നോക്കട്ടെ. എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടുപേരെയും മത്സരിച്ച് പ്രോത്സാഹിപ്പിക്കണം. പ്രതിപക്ഷ ഞാൻ പറയാം, പാലക്കാട് ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ടാണ് എം ബി രാജേഷ് പ്രതികരിച്ചത്. പ്രതിപക്ഷം എപ്പോഴും വികസനത്തെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എം ബി രാജേഷ് പറഞ്ഞത്.